ഹരേ കൃഷ്ണ. മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പ്രമദ്വാര സർപ്പദംശത്തെക്കുറിച്ച് പറയാം. ഹരേ കൃഷ്ണ. ച്യവനൻ്റെ കഥയാണ് പറഞ്ഞു നിർത്തിയത്. സൂതൻ വീണ്ടും കഥ പറഞ്ഞു തുടങ്ങുകയാണ്. ച്യവനൻ അങ്ങനെ വളർന്ന് വലുതായി. ച്യവനൻ വിവാഹം കഴിക്കുന്നത് സുകന്യയെയാണ്. അതിൽ പ്രമതി എന്ന പുത്രനാണ് ഉണ്ടായിരുന്നത്. ആ പുത്രൻ വളരെ യോഗ്യനായി വളർന്നു. ഘൃതാജി എന്ന ഭാര്യയെ വിവാഹം കഴിച്ചു. അവർക്കാണ് രുരു എന്ന പുത്രൻ ജനിച്ചത്. ഈ രുരുവിൻ്റെ കഥയാണ് ഇനി പറയാൻ പോകുന്നത്. രുരു പ്രമദ്വാര എന്ന പെൺകുട്ടിയെ പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്. രുരുവിൻ്റെയും പ്രമദ്വാരയുടെയും കഥയാണ് ഇതിൽ പറയുന്നത്. അവർക്ക് ശുഗനൻ എന്നൊരു പുത്രൻ ജനിച്ചു. ശുഗനൻ മഹാതത്വജ്ഞാനിയും കീർത്തിമാനുമായി വളർന്നു. എന്തായാലും തപോനിധിയും തേജസ്വിയുമായ രുരുവിൻ്റെ കഥ പറഞ്ഞു തുടങ്ങാം. സൂതൻ ശൗനക മഹർഷിമാർക്കായി കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹരേ കൃഷ്ണ. വളരെ തപോനിഷ്ഠയുള്ള ഒരു മഹർഷി ഉണ്ടായിരുന്നു. ആ മഹർഷിയുടെ പേരായിരുന്നു സ്ഥൂലകേശൻ. ആ സമയത്ത് അവിടെ വിശ്വവസു എന്നൊരു ഗന്ധർവ നായകൻ തന്നെ ഉണ്ടായിരുന്നു. ഗന്ധർവ നായകൻ അപ്സരസായ മേനകയെ പ്രണയിച്ച് നടക്കുകയായിരുന്നു. അങ്ങനെ മേനക ഗർഭിണിയായി. ഈ മേനക സ്ഥൂലകേശ മഹർഷിയുടെ ആശ്രമത്തിന് മുൻപിൽ പ്രസവിച്ച് മേനക ഗന്ധർവ ലോകത്തേക്ക് തന്നെ തിരിച്ചുപോയി. കുഞ്ഞിനെയും അവിടെ ഉപേക്ഷിക്കുകയാണ് മേനക ചെയ്തത്. ഇത് കണ്ട സ്ഥൂലകേശ മഹർഷി ആ പെൺകുട്ടിയെ എടുത്ത് കരുണയോടെ വളർത്തി. ആ പെൺകുട്ടിയുടെ ജാതകർമാദി കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി ചെയ്തു വന്നു. ആ പെൺകുട്ടിക്ക് മഹർഷി കൊടുത്ത പേരാണ് പ്രമദ്വാര. അങ്ങനെ പ്രമദ്വാര വളർന്ന് വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടിയായി മാറി. ഈ പ്രമദ്വാരയെ കണ്ട് രുരുവിന് വളരെയധികം ഇഷ്ടം തോന്നുകയാണ് വിവാഹം കഴിക്കാനായിട്ട്. രുരു തൻ്റെ സുഹൃത്ത് വഴി ആ പുണ്യാശ്രമത്തിലെത്തി പ്രമദ്വാരയുടെ അച്ഛനായ സ്ഥൂലകേശൻ്റെ അടുത്ത് വിവരമറിയിച്ചു. സ്ഥൂലകേശനും രുരുവിനെ വളരെയധികം ഇഷ്ടമായതുകൊണ്ട് തന്നെ അവരുടെ വിവാഹം അടുത്തു വരുന്ന ഉത്രം നാളിൽ നടത്തിക്കൊടുക്കാമെന്ന് നിശ്ചയിച്ചു. ഈ സമയത്ത് പ്രമദ്വാര തൻ്റെ സഖിമാരോടൊത്ത് അങ്ങനെ സംസാരിച്ച് നടക്കുന്നതിനിടയിൽ വിലങ്ങനെ കിടന്ന ഒരു പാമ്പിനെ അറിയാതെ പ്രമദ്വാര ചവിട്ടി. പക്ഷെ അപ്പം തന്നെ ആ പാമ്പ് തിരിച്ച് പ്രമദ്വാരയെ കടിക്കുകയും ചെയ്തു. പ്രമദ്വാര മരിച്ച് ഉടനെ തന്നെ ഭൂമിയിൽ മരിച്ചു വീഴുകയും ചെയ്തു. ഇത് കണ്ട് രുരുവും പ്രമദ്വാരയുടെ അച്ഛനായ സ്ഥൂലകേശനും മറ്റു ഒരുപാട് മഹർഷിമാരും അവിടെ എത്തി. എല്ലാവരും പ്രമദ്വാരയെ കണ്ട് വളരെ സങ്കടപ്പെട്ട് അങ്ങനെ കരഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ രുരു മാത്രം അവിടെ നിന്നും പോയി. രുരു നേരെ പോയത് കാട്ടിലേക്കാണ്. ഉൾവനത്തിൽ ആ കാട്ടിലെത്തി രുരു ഉറക്കെ കരയാൻ തുടങ്ങി. വളരെ സങ്കടപ്പെട്ട് രുരുവിന് ആ ഒരു പ്രമദ്വാരയുടെ കിടപ്പ് സഹിക്കാനാവാതെ ഉറക്കെ പൊട്ടി കരയുകയായിരുന്നു രുരു. രുരു കരഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ്, ഞാൻ തപസ്സും ദാനവും ഗുരുസേവയും ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയ വല്ലഭ എഴുന്നേൽക്കട്ടെ. മനസ്സ് വെച്ച് ഞാൻ വ്രതം എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയ എഴുന്നേൽക്കട്ടെ. ഇത് കേട്ട് ഒരു ദേവദൂതൻ അവിടെ എത്തി. ദേവദൂതൻ രുരുവിൻ്റെ അടുത്ത് പറഞ്ഞു, അതായത് ഗന്ധർവ സുന്ദരിയായിട്ടുള്ള മേനകയുടെ പുത്രിയാണല്ലോ പ്രമദ്വാര. അതുകൊണ്ട് തന്നെ പറയുകയാണ്, ഗന്ധർവ സുന്ദരിയായ ആ പ്രമദ്വാരയുടെ ആയുസ് അവസാനിച്ചു. ഹേ ശ്രേഷ്ഠ, നീ ഇനി എന്തിനാണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിന്റെ കരച്ചിൽ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും ഒരു ഉപായം പറയാം. ദേവകൾ പണ്ട് ഒരു ഉപായം കൽപ്പിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നിന്റെ ആയുസ്സിൻ്റെ പകുതി നീ പ്രമദ്വാരയ്ക്ക് ദാനം ചെയ്യുക, എന്നാൽ അവൾ എഴുന്നേൽക്കും. ഇത് കേട്ട് രുരു പറഞ്ഞു,
ഞാൻ എൻ്റെ ആയുസ്സിൻ്റെ പകുതി എൻ്റെ കന്യകയ്ക്ക് നൽകാം. അഴകു തികഞ്ഞ എൻ്റെ പ്രിയ എഴുന്നേൽക്കട്ടെ. ഇങ്ങനെ ദേവദൂതൻ ഈ കാര്യം ധർമ്മരാജാവിനെ പോയി അറിയിച്ചു. ധർമ്മരാജാവ് പറഞ്ഞു, പ്രമദോര രുരുവിൻ്റെ ഭാര്യയാണെങ്കിൽ രുരുവിൻ്റെ അർദ്ധായുസ് കൊണ്ട് ജീവിക്കുക തന്നെ ചെയ്യും. ധർമ്മരാജൻ ഇങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ പ്രമദോര ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന പോലെ ഉണർന്നെഴുന്നേറ്റു. പക്ഷേ രുരുവിൻ്റെ ജാതകത്തിൽ നിന്നും ദീർഘായുസ്സിൻ്റെ പകുതി കുറയുകയും ചെയ്തു. ഇതെല്ലാം സംഭവിച്ച ഉടനെ തന്നെ രുരുവിൻ്റെയും പ്രമദോരയുടെയും പിതാക്കന്മാരും മഹർഷിമാരെല്ലാവരും അവരുടെ വിവാഹം വളരെ ഭംഗിയായി നടത്തിക്കൊടുത്തു. പിന്നീട് പ്രമദോരയും രുരുവും വളരെ ആഘോഷത്തോടെ സന്തോഷത്തോടു കൂടി ജീവിച്ചു വന്നു. അവരങ്ങനെ അല്ലലില്ലാതെ വളരെ സന്തോഷത്തോടു കൂടി കഴിയവേ പക്ഷേ രുരുവിന് സർപ്പങ്ങളോടുള്ള ആ കോപം അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ രുരു ഒരു വ്രതം സ്വീകരിച്ചു. താൻ കണ്ണിൽ കണ്ട പാമ്പുകളെയെല്ലാം അടിച്ചു കൊല്ലും. ഇതിനായി രുരു കയ്യിലൊരു വലിയ വടിയും കരുതി കാട്ടിലേക്ക് പോയി. കാട്ടിൽ കണ്ട പാമ്പുകളെയെല്ലാം അടിച്ചു കൊന്നുകൊണ്ടിരിക്കെയാണ് വളരെ പ്രായമായിട്ടുള്ള മൂത്ത ഒരു ചേരപ്പാമ്പിനെ അടിക്കാനായി രുരു വടി ഓങ്ങിയതും പാമ്പ് പറഞ്ഞു, അയ്യോ, ഞാൻ അങ്ങേക്ക് ഒരു പിഴവും ചെയ്തിട്ടില്ലല്ലോ. യാതൊരു ഉപദ്രവവും ചെയ്യാത്ത എന്നെ എന്തിനാണ് അങ്ങ് ഉപദ്രവിക്കുന്നത്? ഇത് കേട്ട് രുരു പറഞ്ഞു, എൻ്റെ പ്രാണപ്രിയയെ മുമ്പ് പാമ്പ് കടിച്ചു. അതിനുശേഷം ഈ പാമ്പ് വർഗത്തോട് തന്നെ എനിക്ക് കോപമാണ്. അതുകൊണ്ട് ഞാൻ ഘോരമായൊരു നിശ്ചയമെടുത്തതാണ്. ഞാൻ കണ്ട പാമ്പിനെയെല്ലാം കൊന്നുകളയും. അതാണ് എൻ്റെ കഠിനവ്രതം. അതുകൊണ്ട് ഞാൻ നിന്നെയും കൊല്ലും. ഇത് കേട്ട് ഡുണ്ടുബം എന്നായിരുന്നു ആ പാമ്പിൻ്റെ പേര്. ആ പാമ്പ് പറഞ്ഞു, ഞാൻ സർപ്പസാമ്യം ഉള്ള ഒരു പാമ്പാണ്. അതിനാൽ എന്നെ വധിക്കരുത്. ഞാൻ പാമ്പല്ല. ഹേ ധർമ്മജ്ഞ, അതുകൊണ്ട് നീ എന്നെ ഉപദ്രവിക്കാതിരിക്കുക. പാമ്പ് ഇപ്രകാരം പറയുന്നത് കേട്ടപ്പോൾ രുരു ആ പാമ്പിനെ ഉപദ്രവിച്ചില്ല. പകരം ആ പാമ്പിൻ്റെ അടുത്ത് ചോദിച്ചു, ഹേ മഹാനുഭാവേ, പാമ്പ് ഭാവത്തിൽ കാണപ്പെടുന്ന അങ്ങ് ആരാണ്? ഡുണ്ടുബം പറഞ്ഞു, ഞാൻ സഹസ്രപാദൻ എന്ന് പേരായ ഒരു മുനിയായിരുന്നു. ഒരു വിപ്രൻ്റെ ശാപം മൂലം ഞാൻ ഇപ്രകാരം പാമ്പ് രൂപത്തിലേക്ക് ഭവിക്കുകയായിരുന്നു. ഇത് കേട്ട് രുരു ചോദിച്ചു, കോപത്താൽ ഭവാനെ പണ്ട് വിപ്രൻ ശപിക്കുവാനുണ്ടായ കാരണം എന്താണ്? ആ കഥ ആ പാമ്പ് പറയുന്നതാണ്. ഡുണ്ടുബ ശാപമോക്ഷം. അത് അടുത്ത പ്രാവശ്യം പറയാം. ഹരേ കൃഷ്ണ.